ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ലക്ഷം വാഹനങ്ങളിൽ വലിയ അരിയും 10,000 വാഹനങ്ങളിൽ ചെറുപയറും നിറച്ച് ആദ്യമായി പോകട്ടെ. ഉഴുന്ന്, മുതിര, ഉപ്പ്, പയറ് മുതലായവയും ആവശ്യമുള്ളിടത്തോളം എണ്ണയും അരയ്ക്കാത്ത സർവ്വസുഗന്ധവർഗങ്ങളും അനേകം കോടി സ്വർണവും 100-ലധികം കോടി വെള്ളിയും കൊണ്ട് ഭരതൻ മുമ്പേ പോകണം. യാത്രാമധ്യത്തിൽ ആവശ്യമുള്ള ആഭരണങ്ങൾ, എല്ലാവിധത്തിലുമുള്ള നാട്യക്കാർ, നർത്തകന്മാർ, വെപ്പുകാർ, നിത്യ യൗവനമാർന്ന തരുണികൾ, ചതുർവിധ സൈന്യങ്ങൾ എന്നിവരും ഭരതനോടൊന്നിച്ച് തന്നെ പോകട്ടെ. പൗരന്മാരും ബാലന്മാരും വൃദ്ധന്മാരും ഉത്സാഹശാലികളായ വിപ്രന്മാരും എല്ലാ തരത്തിലുള്ള തച്ചന്മാരും സർവ്വജോലികൾ ചെയ്യുന്നവരും ഭണ്ഡാരപാലകന്മാരും നാഗരികന്മാരും നമ്മുടെ അമ്മമാരും കുമാരന്മാരുടെ അന്തപുര ജനങ്ങളും തങ്കം കൊണ്ട് നിർമ്മിച്ച എൻ്റെ പത്നി സീതയും യാഗകർമ്മം അറിയുന്നവരും പേരാണ്ട ഭരതനോടൊന്നിച്ച് മുന്നിൽ പോകട്ടെ. രാജരാജേന്ദ്രൻ തുടർന്ന് കൽപ്പിച്ചത് ഓജസേർന്ന നരോത്തമന്മാർക്ക് വസിക്കുവാൻ ഉതകുന്ന മേത്തരം പാർപ്പിടങ്ങൾ നിർമ്മിക്കുവാനാണ്. അത്ഭുത പ്രഭാവനായ ഭരതാഗ്രജന്റെ നിർദ്ദേശങ്ങൾ അതിവേഗത്തിൽ രൂപം കൊണ്ടു. ലക്ഷണം ഒത്തൊരു കൃഷ്ണസാരഹയത്തിന് യഥാവിധി വിട്ടു. അധ്വർയുവായി ലക്ഷ്മണനെ സ്വീകരിച്ച് അശ്വസംരക്ഷണത്തിന് അയച്ചു. മഹാപ്രഭു ചതുരംഗ സൈന്യങ്ങളോടുകൂടി നൈമിഷാരണ്യത്തിലേക്ക് എഴുന്നള്ളി. ആശ്ചര്യജനകമായൊരു യജ്ഞശാല അവിടെ ഉയർന്നിരിക്കുന്നു. നിസ്തുല്യ ഹർഷമിയെന്ന കാവത്സൻ നിർമ്മാതാക്കൾ ഓരോരുത്തരോടും ഒന്നാന്തരമായി എന്നിങ്ങനെ അനുമോദിച്ചു. നൈമിഷത്തിൽ ഇരുന്നരുളുന്ന പരന്തപന് സകല ഭൂപാലകന്മാരും കാഴ്ചദ്രവ്യങ്ങൾ എത്തിച്ചു തുടങ്ങി യഥാർഹം എല്ലാവരെയും മാനിച്ച് മഹാന്മാരായ മഹേശന്മാർക്ക് മേത്തരത്തിലുള്ള മണിമന്ദിരങ്ങൾ പാർക്കുവാൻ കൽപ്പിച്ചേകി. ആൾക്കാരുമൊത്ത് വന്നു ചേർന്ന ധന്യധന്യരായ മഹാത്മാക്കൾക്ക് അന്നപാനാദികളും വസ്ത്രങ്ങളും ശത്രുഘ്നയുതനായ ഭരതൻ യഥാസമയം യഥേഷ്ടം നൽകിപ്പോന്നു. മഹാരാജ സുഗ്രീവൻ വാനരവര്യന്മാരോടുകൂടി ബ്രാഹ്മണന്മാർക്ക് വിളമ്പുവാൻ അതിവിനയത്തോടെ നിന്നു. പൂമാലകൾ അണിഞ്ഞ അനേകം ആശുരന്മാരോടുകൂടിയ വിഭീഷണ ചക്രവർത്തി കൊടും തപസ്വികളായ മാമുനീന്ദ്രന്മാരുടെ ഭൃത്യന്മാരായിട്ടാണ് ശ്രീരാമപ്രീതി വരുത്തിയത്. ഇങ്ങനെ എല്ലാവിധ ഏർപ്പാടുകളോടും കൂടി അശ്വമേധയജ്ഞം സമാരംഭിച്ചു. മഹാശക്തനായ ലക്ഷ്മണൻ അനുധാവനം ചെയ്യുന്ന അശ്വരന്ധം നടന്നു. രാജസിംഹനായ ശ്രീരാമചന്ദ്രന്റെ ഉത്തമയാഗം ഈ തരത്തിലാണ് നടന്നത്. മഹാപ്രഭുവിന്റെ മഹത്തായ അധ്വരത്തിൽ ബഹളമുണ്ടാക്കുന്നൊരു ശബ്ദം ഏതൊരിടത്തു നിന്നും ഉയർന്നിട്ടേയില്ല. യാചകന്മാർക്ക് സന്തുഷ്ടി ഉണ്ടാകുന്നവരെയും കൊടുക്കൂ, അവർ ആഗ്രഹിക്കുന്നതേതോ അത് നൽകൂ എന്നാണ് മന്നോന്മന്നവന്റെ നിർദ്ദേശം. അർത്തികളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ശർക്കര കൂട്ടിയ പലഹാരങ്ങൾ, കരിമ്പിൻ ഖണ്ഡങ്ങൾ തുടങ്ങിയവ കവി നിശാച പ്രമുഖന്മാർ കൊടുത്തതായി കാണാം. ഏതൊരുവനെയും മലിനനോ ദുഃഖിതനോ ക്ഷീണിതനോ ആയി കാണാൻ സാധ്യമല്ല. ഹൃഷ്ടപുഷ്ട ജനങ്ങൾ മാത്രമാണ് ലോകനാഥന്റെ മഹായജ്ഞത്തിൽ. വളരെയേറിയ വയസ്സു ചെന്ന മഹാമുനീശ്വരന്മാർക്കു കൂടി ഇത്തരത്തിലുള്ള ഒരു യാഗം നടന്നതായി ഓർമ്മയില്ല. അവർ സുവ്യക്തം ഉച്ചത്തിൽ പറഞ്ഞു, ഇത്തരത്തിലുള്ള മഹാദ്വരം ഒരിക്കലും ഒരിടത്തും നടന്നിട്ടില്ല എന്ന്. ഏതെങ്കിലും ഒരുവന് പൊൻ വേണമെന്ന ഇച്ഛയുണ്ടോ? അവൻ ചിന്തിക്കാത്തത്രയും പൊന്നി കിട്ടിക്കഴിയും. ധനാർത്ഥിക്ക് യഥേഷ്ടം ധനം. രത്നത്തിൽ ആശയുള്ളവന് അമോഘരത്നങ്ങൾ. ദാനത്തിനുള്ള സ്വർണം, വെള്ളി, രത്നം, വസ്ത്രം എന്നിവ കുന്നുകൾ പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് എല്ലായിടത്തും കാണാം. ദേവേന്ദ്രനോ വൈശ്രവണനോ അന്തകനോ വരുണനു പോലുമോ ഇത്തരത്തിലുള്ള ഐശ്വര്യം കണ്ടിട്ടില്ല എന്ന് തപോധനന്മാർ ഉച്ചത്തിൽ പറഞ്ഞ് എല്ലായിടത്തും വാനരശ്രേഷ്ഠന്മാരെയും അരക്കവരന്മാരെയും കാണാം. അർത്തികൾക്ക് അന്നം, വസ്ത്രം, വിത്തം എന്നിവ വാരി കൊടുത്തു. അവസാനിക്കുമെന്ന ഭയമേ ആർക്കുമില്ല. ശ്രീരാമസ്വാമിയുടെ ആജ്ഞ അക്ഷരം പ്രതി അനുഷ്ഠിക്കുക മാത്രമാണ് അവരുടെ വ്രതം. ആ രാജസിംഹന്റെ യജ്ഞം ഇങ്ങനെ സർവ്വഗുണങ്ങളും ഒത്ത് ഒരാണ്ടിലധികം കാലം യാതൊരു ന്യൂനതയുമില്ലാതെ തുടർന്നു. മുനി പുങ്കവനായ വാൽമീകി ഭഗവാൻ ശിഷ്യന്മാരോടുകൂടി അത്ഭുതപൂർവമായ യജ്ഞം നടക്കുന്ന നൈമിഷത്തിലേക്ക് എഴുന്നള്ളി. തനിക്ക് കൂടി അത്ഭുതമേകത്തക്ക വിധത്തിലുള്ള യാഗം ഋഷീശ്വരൻ കണ്ട ഋഷിവാളത്തിനടുത്ത് നല്ല നല്ല പർണശാലകൾ തീർത്തിരിക്കുന്നു. കായ്ക്കിഴങ്ങുകൾ നിറഞ്ഞ വണ്ടികൾ ശോഭയേന്തിയ വാൽമീകാശ്രമ ദ്വാരത്തിൽ നിറഞ്ഞു. രാജരാജേശ്വരനായ ദാശരഥി മാമുനി വൃന്ദത്തോടെ പരമാത്മാവാനായ ഭഗവാനെ യഥാവിധി പൂജിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു.
സർവദാ ഉള്ളം കുളിർത്ത ആദി കവി ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, നിങ്ങൾ രണ്ടുപേർ പുറപ്പെടുവിൻ. ഹൃഷ്ടഹൃദയത്തോടെ രാമായണം കാവ്യം ശ്രദ്ധിച്ചു പാടണം. പുണ്യഋഷി വാടങ്ങളിൽ, ബ്രഹ്മാലയങ്ങളിൽ, തേർവീതികളിൽ, രാജപാതകളിൽ, മന്നോർ മന്ദിരങ്ങളിൽ, ശ്രീരാമചന്ദ്ര അരമനദ്വാരത്തിൽ, യജ്ഞകർമ്മം ചെയ്യുന്നിടത്തിൽ സ്വച്ഛന്തം സഞ്ചരിച്ച് ഗാനം ആലപിക്കുവേൻ. വിശേഷിച്ച് ഋത്വിക്കുകളുടെ മുന്നിൽ ഇതാ ഈ ശ്രേഷ്ഠ പർവ്വത സാനുക്കളിലുള്ള വിവിധങ്ങളും സ്വാദിഷ്ടങ്ങളുമായ ഫലമൂലങ്ങളെ തൃപ്തിയാകും വരെ അശിച്ചശിച്ചുകൊണ്ട് പാടുവേൻ. കായ്ക്കിഴങ്ങുകൾ മൃഷ്ടമായി ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ക്ഷീണവും സ്വരത്തിന് വൈകല്യവും വരുന്നതല്ല. നമ്മുടെ ചക്രവർത്തി ശ്രീരാമൻ കേൾക്കുവാൻ ആഗ്രഹിച്ച് വിളിച്ചുവെങ്കിൽ മാമുനീന്ദ്രന്മാർ വരുന്നതിന് ശേഷമേ പാട്ട് തുടങ്ങാവൂ. ഓരോ ദിവസവും 20 സർഗം വീതം ഹൃദ്യമായ ഗാനം ചെയ്യണം. അനേകം തത്വരത്നങ്ങൾ അടങ്ങുവാൻ ഉദ്ദേശിച്ച് പണ്ട് ഞാൻ നിർമ്മിച്ചതാണ് ഈ കാവ്യം. എന്നാൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. ധനത്തിൽ സ്വല്പം പോലും കൊതി തോന്നരുത്. ആശ്രമത്തിൽ കായും കനിയും ഭക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ധനം എന്തിനാണ്? ഒരുപക്ഷെ ശ്രീരാമൻ ആരുടെ പുത്രന്മാരാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വാൽമീകിയുടെ ശിഷ്യന്മാർ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. സുസ്വരത്തോടു കൂടിയ ഈ വീണക്കമ്പികൾ അപൂർവ സ്വരകേന്ദ്രങ്ങളാണ്. വേണ്ടതുപോലെ കമ്പികൾ മുറുക്കി യാതൊരു ഇടർച്ചയും കൂടാതെ ഭംഗിയിൽ പാടണം. ആദ്യം മുതൽക്ക് തുടങ്ങുക. ഒരുപക്ഷെ ഒരിക്കലും നൃപേന്ദ്രനെ അനാദരിക്കരുത്. ധാർമ്മിക കർമ്മനിരതനായ മഹീപാലൻ ദേഹികൾക്കെല്ലാം അച്ഛനാണെന്നുള്ളത് എപ്പോഴും ഓർമ്മ വയ്ക്കണം. നാളെ സുപ്രഭാതത്തിൽ സന്തുഷ്ടചിത്തരായി വീണയും മീട്ടി രാമായണ കാവ്യം മധുരമായി പാടിത്തുടങ്ങുവിൻ. വത്സല ശിഷ്യന്മാരോട് ഇത്രയും പറഞ്ഞ വാൽമീകി ഭഗവാൻ ഒരിക്കലും തെറ്റുപറ്റാതിരിക്കാൻ തികച്ചും മനസ്സിലാക്കുവാൻ വീണ്ടും ആവർത്തിച്ചു. മഹോദരനും ശാശ്വത യശസ്സാർജിച്ചവനുമായ ഋഷിപുങ്കവൻ മൗനമായി ഇരുന്നു. മൈഥിലി ദേവിയുടെ ആത്മജന്മാരായ ആ കുമാരന്മാർ അവിടുത്തെ ആജ്ഞ പോലെ അനുഷ്ഠിച്ചുകൊള്ളാം എന്നിങ്ങനെ സപ്രണാമം പറഞ്ഞ് അരിമർദ്ദകൻ കൂടിയായ ആ മുനികുമാരന്മാർ ബ്രഹ്മർഷി വര്യനും അരുളിയ ആശ്ചര്യവാക്കുകളെ അശ്വിനി ദേവന്മാർ ശുക്രനീതിയെ എന്നതുപോലെ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട് അത്യുത്സാഹത്തോടെ ആ രാത്രിയെ സസുഖം അവസാനിപ്പിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.